ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാനൊരു കഥയായിട്ടാണ് വന്നത്. ചെടികളെ പ്രണയിച്ച എൻ്റെ കൂട്ടുകാരി. എനിക്ക് പണ്ടൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾക്ക് ചെടികളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എവിടുന്ന് ചെടി കിട്ടിയാലും അത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവൾ വളർത്തും. ആർക്കും ഒരു പൂവ് പോലും കൊടുക്കില്ല. അതാണ് അവളുടെ സ്വഭാവം. ആരെങ്കിലും വീട്ടിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെടി നിൽക്കുകയാണെങ്കിൽ അവർ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അവർ കാണാതെ അവൾ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചെടി കുഴിച്ച് വെച്ച് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിച്ച് വളർത്താറുണ്ട്. രാവിലെ ഉറക്കം എണീച്ചാൽ അവൾ ചെടികളെടുത്താണ് പോയി നിന്ന് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കും. അതിൻ്റെ അടുത്ത് ചോദിക്കും, എന്താ പൂ പിടിക്കാത്തത്? കുറേ വെള്ളവും വളവും ഒക്കെ നിനക്ക് ഞാൻ തരുന്നുണ്ടല്ലോ, എന്താ നീ പൂ പിടിക്കാത്തത് എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെയൊക്കെ ആ ചെടികളോടൊക്കെ അവൾ സംസാരിക്കാറുണ്ട്. ഒരു ദിവസം അവളോട് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരിയുടെ തലയിൽ വലിയ റോസാപ്പൂ വെച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവൾക്ക് ആ ചെടിയുടെ ഒരു കമ്പ് വേണം. അങ്ങനെ കൂട്ടുകാരി അടുത്ത് പറഞ്ഞ് എനിക്കൊരു റോസാ കമ്പ് കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ റോസാ കമ്പ് കൊണ്ട് കൊടുത്ത് അങ്ങനെ അത് വീട്ടിൽ കൊണ്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് റോസ പിടിച്ചു വന്നു. പക്ഷെ പൂ പിടിച്ചില്ല. എന്നും ചെന്ന് അതിനോട് പരാതി പറയും, ഒരു റോസാപ്പൂ പോലും പിടിച്ചില്ല, ഞാൻ എന്നും നിനക്ക് വളവും വെള്ളവും ഒക്കെ തരുന്നുണ്ടല്ലോ, എന്താ റോസേ നീ പൂക്കാത്തതെന്ന് ചോദിക്കും. കൂട്ടുകാരിയോട് പരാതിയും പറയും, നിൻ്റെ വീട്ടിൽ നിന്ന് തന്ന റോസാക്കമ്പ് ഇതുവരെ റോസാപ്പൂ പിടിച്ചില്ല എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരി പറയും, അത് പിടിക്കും, പെയ്യേ പിടിക്കുള്ളൂ, നീ വിഷമിക്കേണ്ട, അത് പിടിക്കും എന്ന് കൂട്ടുകാരി ഇവളോട് പറഞ്ഞു. ഒരു ദിവസം അവൾ ഉറക്കം എണീച്ച് വന്നപ്പോൾ അതിൽ റോസാക്കമ്പിലൊരു മൊട്ട് വന്നു. അവൾക്ക് വലിയ സന്തോഷമായി. ഹായ്, മൊട്ട് വന്നല്ലോ. അവൾ ഓടി, അമ്മ റോസാക്കമ്പിൽ മൊട്ട് പിടിച്ച അച്ഛാ ചേട്ടനോടും പറഞ്ഞു, നീ പോ പെണ്ണേ, അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു. അവൾക്ക് വിഷമമായി. എന്നിട്ടും അവൾ ആ റോസാ ചെടിയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. എളുപ്പം നാളെ തന്നെ വിരിയൂ എന്ന് ചോദിച്ചു. എന്നിട്ട് കുറേ നേരം നോക്കി നിന്നിട്ട് അവൾ സ്കൂളിലേക്ക് പോയി. സ്കൂൾ വിട്ട് വന്നിട്ട് നോക്കി അത് വിരിയുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു 3 ദിവസമായപ്പം റോസാപ്പൂ വിരിഞ്ഞു. രാവിലെ അവൾ ഉറക്കം എണീച്ചപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് റോസ വിരിഞ്ഞ് നിൽക്കുന്നു, റോസാപ്പൂ. അവൾക്ക് ഭയങ്കരമായ സന്തോഷമായി. അവൾ അടുക്കളയിൽ നിന്ന് അമ്മയെ ഓടിച്ചെന്ന് വിളിച്ചു, അമ്മ ഒരു കാര്യം കാണണമെങ്കിൽ ഓടിവാ. അമ്മ ചോദിച്ചു, എന്താ ഓടിവാ ഞാൻ കാണിച്ചു തരാം. ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഓടിവാ ഇത് നോക്ക്, കാണൊരു കാര്യം, എന്താന്ന് ചോദിച്ചു. അവരൊന്നും അറിയുന്നില്ല. അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛനും ചേട്ടനും എല്ലാം കൂടി മുറ്റത്തിറങ്ങി വന്നു. എന്താ കാര്യം പറ, നീ കാര്യം പറ. നോക്കി, എൻ്റെ റോസാപ്പൂ പിടിച്ച്, വലിയ റോസ. അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇതിനാണോ നീ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്നത്? ചേട്ടൻ പറഞ്ഞു, ഇവക്ക് എന്താ പെണ്ണെ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ ചിരിച്ചു, ആ കൊള്ളാം മോളെ എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് വിഷമമായി അമ്മയും ചേട്ടനും വഴക്ക് പറഞ്ഞതിൽ. എന്നാലും അവൾക്കതൊന്നും പ്രശ്നമല്ല. അവൾ ചെന്ന് ആ റോസാപ്പൂവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താ റോസ, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നൊക്കെ അതിനോട് കുറേ നേരം അവൾ കൊഞ്ചി കുഴഞ്ഞു. അങ്ങനെ അവൾ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, തല കെട്ടിക്കൊണ്ടിരുന്നോ പറഞ്ഞു, നീ പോയി ആ റോസാപ്പൂ വെച്ചിക്കൊണ്ട് വന്ന് നിൻ്റെ തലയിൽ വെക്കുക, നിൻ്റെ ചെടി പിടിച്ചതല്ലേ, വേണ്ട അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ വെക്കുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ, എനിക്ക് അതിനെ കാണണം എപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇടി അത് നാളെ ആകുമ്പോൾ അതങ്ങ് വാടിപ്പോയി, ഇല്ല അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എന്ന് പറഞ്ഞ് അമ്മയെ അടുക്കളയിൽ കയറിപ്പോയി. അങ്ങനെ അവൾ പഠിക്കാൻ സ്കൂളിലേക്ക് പോയി. കൂട്ടുകാരിയെ കണ്ടതോടെ അവൾക്ക് ഭയങ്കര സന്തോഷം. കൂട്ടുകാരി ചോദിച്ചു, എന്താ നിനക്ക് ഇത്രയും സന്തോഷം? നീ തന്ന റോസാക്കമ്പിൽ ഇന്ന് റോസാപ്പൂ പിടിച്ചു, വലിയൊരു റോസാപ്പൂ, അതെന്താ നീ തലയിൽ വെക്കാൻ? അത് ഞാൻ തലയിൽ വെക്കില്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ, അതിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല ഭംഗിയാണ്, കണ്ടു നിന്നാൽ കൊതി തീരില്ല, അത്രയ്ക്ക് ഭംഗി അതിനെ കാണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, നിനക്ക് വട്ടാണ്, ആ പൂ നിൻ്റെ തലയിൽ വെച്ചുകൂടായിരുന്നു. പെട്ടെന്ന് സ്കൂൾ വിട്ട് അവൾ വീട്ടിൽ ചെന്ന ഉടനെ ഓടിച്ചെന്ന് റോസയിലാണ് നോക്കിയത്. അപ്പോൾ അത് ഈ പൂ കാണുന്നില്ല. അമ്മേ, ഇതിൽ നിന്ന് പൂ എന്തിയേ? ഞാൻ കണ്ടില്ല, സത്യം പറ, ഇത് ആര് വെച്ചി എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, അവിടെ കാണും, നീ നോക്ക്, ഇല്ല ഇവിടെ എൻ്റെ റോസാപ്പൂ ഇല്ല, കണ്ടില്ല എന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അത് അപ്പുറത്തെ കുഞ്ഞ് വന്ന് ചോദിച്ചു, അത് തലയിൽ വെക്കാൻ ചോദിച്ചു, അങ്ങനെ അത് പിച്ചിക്കൊണ്ട് പോയെന്ന്. അപ്പോൾ അവൾ ഒത്തിരി കരഞ്ഞു. ഞാനെടുത്ത് ചോദിച്ചുകൊണ്ട് കൊടുത്തു, അമ്മേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവല്ലേ, ഞാൻ ആർക്കും കൊടുക്കാതെ വച്ചിരുന്നേയില്ലേ, എന്ത് ചെയ്യാനാ മോളെ, ആ കുഞ്ഞ് വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. ഭയങ്കര വിഷമായി പോയി അവൾ ഒത്തിരി കരഞ്ഞു. രാത്രിയും ആ പൂവിനെ ഓർത്ത് അവൾ കരഞ്ഞു. കൂട്ടുകാരി ഇപ്പോൾ വലിയ പെണ്ണായി, പക്ഷേ എന്നിട്ടും അവൾക്ക് ആ ചെടികളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. അവളുടെ വീട് മൊത്തം പൂന്തോട്ടമാണ്. എവിടുന്ന് കിട്ടുന്ന ചെടികളും കൊണ്ടുവയ്ക്കും. രാവിലെ അതിന് വെള്ളം കൊടുക്കും, വൈകിട്ട് വെള്ളം കൊടുക്കും. കുറേ നേരം അതിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും, എന്തൊക്കെയോ സംസാരിക്കും. അതിൻ്റെ അടുത്ത് അവളുടെ ദുഃഖങ്ങൾ പങ്കിടും. അവൾക്ക് പാട്ട് ഇഷ്ടമാണ്, അവൾ ഒത്തിരി പാട്ട് കേൾക്കും, ഈ പൂക്കളോട് സംസാരിക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാട്ടും പൂക്കളോട് സംസാരിക്കുന്നതുമാണ്. അവളുടെ ദുഃഖങ്ങളെല്ലാം അവരോട് പറഞ്ഞ് സന്തോഷമായി കഴിയുന്ന എൻ്റെ കൂട്ടുകാർ.